എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ ഡ്രൈവർമാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡ്രൈവർമാർ അറിഞ്ഞിരിക്കേണ്ട വല്ലാർപാടം കൊച്ചി DP വേൾഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാൻറ്റീനുണ്ട് അകത്ത്. അപ്പോൾ ആ ക്യാൻറ്റീനിലെ കുറച്ച് ദുരവസ്ഥയാണ് നമ്മളീ പറയണത്. മറ്റൊന്നുമല്ല, 365 ദിവസവും അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന ഡ്രൈവർമാരാണ്. അവരെ കൊണ്ട് മാത്രമാണ് ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ DP വേൾഡിലുള്ള സ്റ്റാഫ് എന്ന് പറയാനായിട്ട് തുച്ഛമായിട്ടുള്ള, അവർ വന്ന് വടയും ചായയും കഴിച്ച് പോകണമില്ലാതെ 5 പൈസയുടെ വീതം അവരെ കൊണ്ടില്ല. അവർ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവന്നാണ് അവിടെ കഴിക്കുന്നത്. ഇത് ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്, നിലനിന്ന് പോകുന്നത് അവിടുത്തെ ഡ്രൈവർമാരെ കൊണ്ടാണ്. അപ്പോൾ ഈ ഡ്രൈവർമാരുടെ ഭക്ഷണത്തിലോട്ടും ഇപ്പോൾ കൈകടത്തി അവർക്ക് ഒരു 3 പൊറോട്ട എക്സ്ട്രാ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശകലം ചാറ് കൊടുക്കുന്നതിന് 15 രൂപ 20 രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ഡ്രൈവർമാരും പ്രതികരിക്കാത്തത്, എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഡ്രൈവർമാർ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ആരും പ്രതികരിക്കാതെ ഒറ്റപ്പെട്ട് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മനാഫിൻ്റെ ഉദ്ദേശം. ഈ മനാഫ് അയാളുടെ ചേട്ടനുണ്ട്, ഈ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു പയ്യനുണ്ട്. അവന് വിദ്യാഭ്യാസമില്ല, കുളിക്കുകയില്ല, ജപിക്കുകയില്ല, ഒരു കാര്യങ്ങളുമില്ല. ടേബിൾ ക്ലീൻ ചെയ്യില്ല. അവിടെ ഒരു ഹിന്ദിക്കാരനുണ്ട്. അവർ കപ്പ ചോദിച്ചാൽ പുട്ട് തരും, പുട്ട് ചോദിച്ചാൽ മീൻകറി തരും. ഇങ്ങനെയൊക്കെയാണ് ആ ഹിന്ദിക്കാരൻ്റെ അവസ്ഥ. മനസ്സിലായോ? ഒരു വൃത്തിമേനെന്ന് ഒരു സാധനം ഇല്ല ക്യാൻറ്റീനിൽ. അപ്പോൾ ഭക്ഷണത്തിനാണെങ്കിലോ തീരെ ഗതികെട്ടാണ് അവിടെ കഴിക്കണത്. ഈ കഴിക്കണതിൽ ചാറ് മേടിക്കുന്നതിന് 15 രൂപ. ഇതാണിപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാ ഡ്രൈവർമാരും ഇത് ഷെയർ ചെയ്യുക. മാക്സിമം നമ്മൾ കഴിക്കണ്ട എന്ന് പറയില്ല, കാരണം വെച്ചാൽ നമുക്ക് അവകാശപ്പെട്ടതാണ്. ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള ഒരു ക്യാൻറ്റീനാണുള്ളത്. അത് ഈ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ബാത്റൂം, ടോയ്ലറ്റ്, അപ്പോൾ ഇതൊക്കെ ആവശ്യങ്ങളാണ്. അപ്പോൾ അത് ഡ്രൈവർമാർ കഴിച്ചേ പറ്റുള്ളൂ, കഴിക്കണ്ടെന്ന് പറയില്ല. പിന്നെ അത്രയ്ക്ക് താല്പര്യമില്ലാത്തവർ പുറത്ത് കഴിക്കുക. മാക്സിമം ഇത് ഷെയർ ചെയ്യുക. മനാഫിൻ്റെ കൊള്ളയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാറ് കറി എക്സ്ട്രാ ചാർജ് മേടിക്കുന്നതിന് 15 രൂപ 20 രൂപ എന്ന നിരക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പുറത്ത് ഒരു ക്യാൻറ്റീൻ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തുള്ളതിനേക്കാളും കുറച്ച് ലാഭത്തിൽ കൊടുക്കണമെന്നുള്ളതാണ് നിയമം. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ ഫുൾ ചാർജ് തരാൻ നമ്മളെല്ലാ ഡ്രൈവർമാരും തയ്യാറാണ്. പക്ഷേ ഈ ചാറ് കറിക്ക് 15 രൂപ 20 രൂപ അതെന്ത് ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എല്ലാ ഡ്രൈവർമാരും അവരവരുടെ ഗ്രൂപ്പിലോട്ട് ഇത് ഷെയർ ചെയ്യുക. മാക്സിമം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഡ്രൈവർമാർ അവിടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അപ്പോൾ ഇതിൽ മാറ്റങ്ങളൊന്നും പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഡ്രൈവർമാർ ഒന്നിക്കാത്തത് കൊണ്ടാണ് ഇതിനെല്ലാം പ്രധാന കാരണം. മനസ്സിലായോ? ഡ്രൈവർമാർ നമ്മൾ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് ഡ്രൈവർമാരാണ്. അവരാണ് ഒന്നിക്കാത്തത്. പക്ഷേ നിങ്ങൾ ഈ വല്ലാർപാടത്ത് നമ്മൾ കണ്ടെയ്നറുകളിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവർമാർ ഒന്നിക്കുന്നില്ല എന്നുള്ളൊരു ധാരണ മനാഫിനുണ്ടെങ്കിൽ അത് കൈ വെച്ചാൽ മതി. നമ്മൾ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. കട പൂട്ടിക്കാൻ വലിയ നേരമൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇട്ടെന്ന പേരിൽ എന്നെ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കാനോ എന്തെങ്കിലും നോക്കണ്ട. മനസ്സിലായോ? അപ്പോൾ എനിക്കിപ്പോൾ പേടിയുണ്ട് ഈ വീഡിയോ ചെയ്യുന്നതിൽ. കാരണം വെച്ച് മനാഫിൻ്റെ പ്രതികരണം എന്താണ്, ഇനി ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലിക്കുമോ, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എല്ലാ ഡ്രൈവർമാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം നല്ല ഫുഡ് പുറത്ത് കിട്ടുന്നെങ്കിൽ അവിടെ കഴിച്ചിട്ട് വരിക. അല്ലെങ്കിൽ ഈ 15 രൂപ 20 എന്നുള്ളത് കൊടുക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ മേടിച്ചാൽ ചോദ്യം ചെയ്യുക. മനാഫിൻ്റെ ചേട്ടനായാലും കൊള്ളാം, മനാഫായാലും കൊള്ളാം, അവിടുത്തെ സ്റ്റാഫുകളായാലും കൊള്ളാം, ഈ മന്ദബുദ്ധിനെ കൊണ്ട് തല്ലിച്ചാലും കൊള്ളാം. തല്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രൈവർമാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിക്കാ മനസ്സിലായിക്കോ. ഇക്കയുടെ ഊമ്പിയ പരിപാടിയൊന്നും ഇവിടെ കാണിക്കണ്ട.